എല്ലാവർക്കും നമസ്കാരം. പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയതായി നമ്മൾ കാണാൻ പോകുന്നത് ഇന്ത്യയിൽ ആകെ 2 സ്ഥലത്ത് മാത്രമുള്ള ഒരു സംഭവമാണ് റെയിൽവേ മ്യൂസിയം എന്നത്. പുരാതന കാലത്തെ ട്രെയിനിൻ്റെ വ്യത്യസ്തമായ രീതിയിലുള്ള ട്രെയിൻ ഭാഗങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള ഒരു മ്യൂസിയമാണ്. ഇന്ത്യയിൽ 2 സ്ഥലത്തേ ഉള്ളൂ. അതിൽ ദക്ഷിണേന്ത്യയിലുള്ളത് മൈസൂരാണ്. അപ്പോൾ ആ മൈസൂരത്തെ റെയിൽവേ മ്യൂസിയം കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം. മൈസൂർ ഇഷ്ടംപോലെ തവണ ആളുകൾ വന്നിട്ടുണ്ടാവും. പക്ഷേ ഈ ട്രെയിൻ മ്യൂസിയത്തിൽ എത്ര പേര് വന്നിട്ടുണ്ട്? ആളുകൾ ഇങ്ങോട്ട് വരവ് മിക്കവാറും കുറവായിരിക്കും. മൈസൂർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊട്ടാരവും ചാമുണ്ഡി ഹിൽസും മൃഗശാലയും പിന്നെ ഈ പറയുന്ന വൃന്ദാവനം കണ്ട് മടങ്ങുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ വമ്പൻ സംഭവമായിട്ടുള്ള ഇങ്ങനത്തെ ഒരു റെയിൽ മ്യൂസിയം ഉണ്ട്. ഇന്ത്യയിൽ ആകെ 2 സ്ഥലത്തേ ഉള്ളൂ. ഒന്ന് ജയ്പൂരിലെങ്ങാണ്ടാണ്, രണ്ടാമത്തത് ഈ മൈസൂരാണ്. അപ്പോൾ മൈസൂർ വരുമ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ റെയിൽവേ മ്യൂസിയം തീർച്ചയായിട്ടും കണ്ടിരിക്കണം. ഇതാണ് മൈസൂരിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ റെയിൽവേയുടെ മ്യൂസിയം. ഇവിടെ നിന്നും 50 രൂപയുടെ ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മൾ അകത്തേക്ക് കയറുകയാണ്. അകത്ത് കയറി കഴിയുമ്പോൾ ഉള്ള കാഴ്ചകൾ ഇതൊക്കെയാണ്. 100 വർഷങ്ങൾക്ക് മുൻപുള്ള റെയിൽവേയുടെ വിവിധ തരത്തിലുള്ള എഞ്ചിനുകൾ, മറ്റ് യന്ത്രഭാഗങ്ങൾ ഒക്കെയാണ് ഇവിടെയുള്ള പ്രധാനപ്പെട്ട കാഴ്ച. പഴയ ബോഗികൾ, അതുപോലെ തന്നെ റെയിൽവേ ട്രാക്ക് പാളങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള ഉപകരണങ്ങൾ, അന്നത്തെ കാലത്തെ 100 വർഷം മുമ്പുള്ള 1979 ഈ മൈസൂരുള്ള റെയിൽവേയുടെ മ്യൂസിയം സ്ഥാപിക്കപ്പെട്ടത്. ഇത് സ്ഥിതി ചെയ്യുന്നത് മൈസൂര് കൃഷ്ണരാജ സാഗർ റൂട്ടിലാണ്. ഇത് റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്തുമാണ്. ഇന്ത്യൻ റെയിൽവേയുടെ വളർച്ചയുടെ വിവിധ കാലഘട്ടങ്ങൾ അനുസ്മരിപ്പിക്കുന്നതാണ് ഈ റെയിൽവേ മ്യൂസിയം. ഡൽഹിയിലെ നാഷണൽ റെയിൽവേ മ്യൂസിയമാണ് ഇന്ത്യയിൽ മൈസൂർ അല്ലാതെ വേറെ സ്ഥലത്തുള്ള റെയിൽവേ മ്യൂസിയം. വളരെ മനോഹരമായ ഈ റെയിൽവേ മ്യൂസിയം പ്രധാനമായും കുട്ടികൾക്ക് വളരെയധികം ആകർഷണം ചെലുത്തുന്നതാണ്. തീർച്ചയായും മൈസൂർ വരുന്ന കുടുംബത്തോടൊപ്പം മൈസൂർ വരുന്ന ആളുകൾ ഈ റെയിൽവേ മ്യൂസിയം സന്ദർശിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. വിവിധ തരത്തിലുള്ള ട്രെയിനിന്റെ ഭാഗങ്ങൾ, 100ഉം അതിലധികവും വർഷം പഴക്കമുള്ള ഭാഗങ്ങൾ, അതുപോലെ തന്നെ ബോഗി ഘടിപ്പിക്കുന്നതിന് മുമ്പുള്ള ട്രെയിനിന്റെ ഇരുമ്പ് ചക്രങ്ങൾ എല്ലാം ഇവിടെ വന്നു കഴിഞ്ഞാൽ വളരെ വിശദമായി തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇതൊക്കെ 100 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ഇന്ത്യൻ റെയിൽവേയുടെ വിവിധ ഉപകരണങ്ങളാണ്. ഇത് വളരെ വിചിത്രമായ ഒരു സംഗതിയാണ്. റെയിൽ പാളത്തിലൂടെ 100 കൊല്ലം മുമ്പ് കാർ ഓടിച്ചവരായിരുന്നു മൈസൂരെ രാജാക്കന്മാർ. ആ കാറാണ് നമ്മളിവിടെ കാണുന്നത്. റബ്ബർ ടയറുകൾക്ക് പകരം ഇരുമ്പ് ചക്രങ്ങളാണ് ഇതിലൂടെ ഉള്ളത്. ഇതൊരു റെയിൽവേയുടെ എഞ്ചിനാണ്. അത് ആളുകൾക്ക് വേണ്ടി തുറന്നു വച്ചിരിക്കുകയാണ്.
നമ്മൾ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് അന്നത്തെ മൈസൂർ മഹാറാണിയുടെ പ്രത്യേക തീവണ്ടിയാണ്. വളരെ രാജകീയമായ തീവണ്ടി. ഇതിനെ മഹാറാണി സലൂൺ എന്നാണ് വിളിച്ചിരുന്നത്. ഇതിൽ രാജകീയമായ അടുക്കള, ബെഡ്റൂം എല്ലാം ഉണ്ടായിരുന്നു. എന്തിനേറെ പറയുന്നു, മഹാറാണിയുടെ നായയുടെ കൂടുവരെ ഈ ട്രെയിനിലുണ്ടായിരുന്നു. ഇവിടുത്തെ മറ്റൊരു പ്രധാന ആകർഷണം കുട്ടികൾക്ക് വേണ്ടിയുള്ള ടോയ് ട്രെയിനാണ്. കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവർക്കും അതിൽ കയറാം. ഇതെല്ലാം നമ്മൾ ആദ്യമെടുത്ത 50 രൂപയിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഞാനും ഈ കുട്ടികളുടെ ട്രെയിനിലൊന്ന് കയറിയാലോ എന്ന് ആലോചിച്ചു. അങ്ങനെ അങ്ങോട്ട് നടക്കുകയാണ്. ഇവിടെ ടിക്കറ്റ് മുറിക്കുന്നതും വണ്ടി ഓടിക്കുന്നതും എല്ലാം ഒരാൾ തന്നെയാണ്. ട്രെയിനകത്തേക്ക് അങ്ങനെ കയറിയിരുന്നു. എന്തായാലും വളരെ രസകരമാണ് ഈ ട്രെയിൻ യാത്ര. നിരവധി ആക്ടിവിറ്റീസ് ട്രെയിനിന്റെ ഭാഗമായിട്ടുള്ളതായി ഇവിടെയുണ്ട്. ഇത് ആസ്വദിക്കുക എന്നാൽ സുന്ദരമായ ഒരു കാഴ്ചയാണ്. ട്രെയിൻ മാത്രമല്ല, റെയിൽവേ സ്റ്റേഷനും ഒക്കെ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിലെ ചുമട്ടുകാരനെയും ഒക്കെ നമുക്ക് ഇവിടെ കാണാം. റെയിൽവേയുടെ മ്യൂസിയം, അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.